വെൽക്കം ഫ്രണ്ട്സ്, രാജീവ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ. വേറെ ചാനലിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം നമ്മളുടെ ഫോട്ടോഗ്രാഫി, അതിൻ്റെ കൂടെ തന്നെ ചെറിയ തോതിൽ ട്രാവലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ഒരു ചെറിയ ട്രിപ്പാണ്. ഒരു 10-13 കിലോമീറ്റർ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വണ്ടി നമ്മുടെ കൂടെ ഉണ്ട്. ഒരു സ്കോഡ കൈലാക്ക് നമ്മൾ വാങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമ്മളെന്താണ് ഇത്രയും നാളും ചെയ്യാഞ്ഞതിൻ്റെ കാര്യങ്ങളുമെല്ലാം ഞാൻ പുറകെ നമുക്ക് യാത്രയിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. എന്താണ് നമ്മൾ ഇത്രയും നാളും ചെയ്യാൻ. അപ്പോൾ ഇത് രാവിലെ ഏകദേശം 5:45 കഴിഞ്ഞു, 6 മണി. ഇന്ന് എത്ര ഡേറ്റ്? 6-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ? 6-ാം തീയതി നമ്മുടെ ആദ്യത്തെ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം, ട്രാവൽ വിത്ത് ഫോട്ടോഗ്രാഫി വ്ളോഗ്. അപ്പോൾ പഴയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ ആൾക്കാർക്കും സ്വാഗതം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫി വ്ളോഗ്, ട്രാവൽ വ്ളോഗ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ട്രാവൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പുറകെ യാത്രയിൽ നമുക്ക് പറയാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ യാത്ര തുടങ്ങി. നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു. സംഭവം അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. അത് കൈലാക്കിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോയുടെ ഒരു പ്രശ്നമുണ്ട്. അതൊന്ന് ഞാൻ കൊണ്ട് കാണിക്കണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. എന്ന് വെച്ചാൽ നമ്മൾ റെഡിറ്റിനകത്താണെങ്കിൽ ഈ ആൻഡ്രോയിഡിൻ്റെ കൈലാക്കിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ മിക്ക ആൾക്കാരും പറയുന്നൊരു പ്രശ്നമാണ് ഈ ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റ് ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 11 കിലോമീറ്ററാണ്. 23 മിനിറ്റാണ് നമുക്ക് കാണിക്കുന്നത്. നമ്മൾ വലിയ ഫാസ്റ്റ് ആയിട്ടൊന്നും പോകുന്നില്ല. ആ ഒരു ടൈമിൽ അങ്ങ് എത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാനൊരു പുതിയ ഡ്രൈവറാണ്, നിങ്ങൾക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ മിക്ക സ്ഥലത്തും വാക്കിങ്ങിലും ഒക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളും കണ്ടിട്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഏർലി മോർണിംഗ് 6 മണിയായി, 6:30 ആകുമ്പോൾ നമ്മളവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു, 6:30-ക്കുള്ളിൽ. അപ്പോൾ ഈ റൂട്ട് ഞാൻ നേരത്തെ എടുത്തിരുന്നില്ല കേട്ടോ. നമ്മൾ മുമ്പ് ഒരു 2 പ്രാവശ്യം ഇങ്ങോട്ട് പോയിട്ടുണ്ട് ആവലഹള്ളിയിൽ. അപ്പോൾ ഈ ഒരു റൂട്ട് കുറച്ച് നല്ല സ്മൂത്ത് റോഡാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തും. മറ്റേ ഫുള്ള് ഇങ്ങനത്തെ ഇത് വെക്കരുതെന്ന് പുതിയ ഇതൊക്കെ വന്നതായിരുന്നു ബാംഗ്ലൂർ, ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഈ പരിപാടി. പക്ഷേ ഈ റോഡിൽ നല്ലതാണ്. ഇത് ഇച്ചിരി ഫാസ്റ്റായിട്ട് ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 6:20 ആകുമ്പോൾ ആവലഹള്ളി എത്തും. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതായത് ഒരു പ്രാവശ്യം പറഞ്ഞു, അത് റെക്കോർഡായില്ല. നമ്മുടെ ആ ഒരു തപ്പലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ GKVK എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സംഭവമാണ് GKVK. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം അതിനകത്ത് വീഡിയോ ചെയ്യണം. ഒരു കാർഷിക യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂരിൽ. ഞങ്ങളിപ്പോൾ ഹെബ്ബാളാണ് താമസം. അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് ഈ സംഭവം GKVK എന്ന് പറയുന്നത്. പക്ഷേ റെക്കോർഡിങ്ങിനൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഇവിടെ നടക്കാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ആവലഹള്ളി പോലെയല്ല. ആവലഹള്ളി ഫോറസ്റ്റ് ഒരു ഓക്സിജൻ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓക്സിജൻ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫോറസ്റ്റ്, ഒരു ചെറിയ പാർക്കായിട്ട് എടുത്താണ്. ഭയങ്കര വലുതാണ് സംഭവം. നമുക്ക് എന്തായാലും കാണാം. അതുപോലെ ഇന്ന് ഞാൻ 2 പ്രാവശ്യം പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ പുതിയ 6700 ആയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ലെൻസുകൾ ഒരു 16mm, ഒരു 35mm, ഒരു 56mm അങ്ങനെയാണെന്ന് തോന്നുന്നു. മറ്റേ സിഗ്മയുടെ ഒരു 3 ലെൻസുകളുണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങിയത്. അത് ബേബി ഷൂട്ടിനെയൊക്കെ ഒരു ഇത് വെച്ചാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ അവിടെ എനിക്കൊരു സുഖം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കനോണിൻ്റെ നമ്മുടെ പഴയ വിശ്വസ്തനായ 80D വിത്ത് 85mm എൻ്റെ പ്രിയപ്പെട്ട ലെൻസുമായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഒരു സറിയൽ ഇമേജസ് നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ മാക്രോ ലെൻസ് ഇല്ല, മാക്രോ ഉണ്ടെങ്കിലും നല്ലതാണ് ആ ഒരു സ്ഥലത്ത്. ഒരു ട്രക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ പാർക്ക് ആവലഹള്ളി എന്ന് വെച്ചാൽ ബാംഗ്ലൂർ വീഡിയോസിൽ അധികം വന്നിട്ടില്ല. കാരണം ഈ ഹെബ്ബാള് ബാംഗ്ലൂർ നോർത്താണ്. നമ്മൾ ഇങ്ങോട്ട് ഇതുപോലെ യൂട്യൂബോ കാര്യങ്ങളോ ഒക്കെ വളരെ കുറവാണ് ഈ സൈഡ്. ഇത് ബാംഗ്ലൂരിൻ്റെ ഒരു എഡ്ജാണ്, എയർപോർട്ടിനടുത്താണ് നമ്മുടെ സ്ഥലം. പക്ഷേ ഇങ്ങോട്ട് കൂടുതൽ ആൾക്കാരും IT ആൾക്കാരൊക്കെ കൂടുതലും താമസിക്കുന്നത്
നമ്മുടെ മെയിൻ ബാംഗ്ലൂർ നോർത്തും പോട്ടെ, നമ്മൾ സൗത്തിലൊക്കെയാണ് കൂടുതൽ ആൾക്കാരും താമസിക്കുന്നത്. മാർത്തഹള്ളി ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ സ്ഥലമൊക്കെ അറിയാണ്ട് വളരെ പാടാണ്, കൊടികഹള്ളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടാണതല്ലാതെ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ വീഡിയോ റെക്കോർഡ് ആകാഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്താണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ്. നമുക്ക് ഒരു കുട്ടി ഉണ്ടായി, അത് നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് പണ്ടൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് വൈഫ് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ഒരു IT അല്ല, എൻജിനീയറിങ് കമ്പനിയാണ് പുള്ളിക്കാരത്തി, അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ജോബ് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ബിസിനസ് സ്വന്തം പരിപാടി ആയതുകൊണ്ട് ഞാൻ നിർത്തി. കുഞ്ഞിനെ ഇപ്പോൾ 5 വർഷമായിട്ട് നമ്മൾ നോക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇതാണെന്ന് വെച്ചാൽ അവനില്ല, കൂടെ ഇല്ലാത്തതിൻ്റെ എപ്പോൾ നോക്കിയാലും കൂടെയുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് അവനില്ലാതെ ഞാനിങ്ങനെ പുറത്തോട്ട് പോകുന്നത്. ആൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റിങ്ങനെ പോകുന്നതാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ സ്കൂളിൽ പോലും പോകത്തില്ല. അപ്പയുടെ കൂടെ പറഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ പയ്യെ അതിരാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റ് ഒരു ശീലമാകട്ടെ. നമുക്ക് എന്തായാലും ട്രാവൽ ഫോട്ടോഗ്രാഫി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ ഈ കൊല്ലമാണെങ്കിലും നമ്മൾ ഇച്ചിരി സ്ലോ ആയിരിക്കും. എന്ന് വെച്ചാൽ അധികം വീഡിയോസ് പ്രതീക്ഷിക്കേണ്ട. വീഡിയോസ് നമ്മളിടും, മാസത്തിൽ ഒരു 2 എണ്ണം വെച്ച് ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചെറുക്കനാണെങ്കിൽ ഇപ്പം 1 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. 1 മണിയല്ല, 12:40. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് തിരിച്ചെത്തണം വീട്ടിൽ. എന്താണ് അവനവിടെ കൈ കാണിക്കുവാണ്, എന്താ കാണിക്കുന്ന ഒരു പിടുത്തം കാണിച്ചത്. ചെറുക്കൻ അവിടെ എന്തോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെറുക്കന് 12 മണിയൊക്കെ വരെ ഉള്ളൂ ക്ലാസ്, 12:40. അപ്പോൾ എനിക്ക് പിക്ക് ചെയ്യേണ്ട ഞാനാണ്. വൈഫ് രാവിലെ അവനെ സ്കൂളിൽ വിട്ടേച്ച് പുള്ളിക്കാരത്തി ഓഫീസിൽ പോകും. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങൾ നമുക്കിപ്പോൾ ഹെബ്ബാൾ, നമ്മൾ ഈ ഒരു സ്ഥലത്ത് താമസിക്കേണ്ട നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇതുപോലുള്ള ലൊക്കേഷൻസിലൊക്കെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും. മറ്റേ ബാംഗ്ലൂർ അങ്ങ് സെൻട്രൽ താമസിക്കുന്നവർക്ക് കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ചെറിയ കാട് പോലത്തെ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ കുറച്ച് നാച്ചുറൽ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടി ഉള്ളതുകൊണ്ട്, പുതിയ വണ്ടിയാണ്, നേരത്തെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നില്ലേ. ഓക്കെ, അപ്പോൾ എന്തോ ഒരു ചെറുക്കൻ എന്തോ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. മറ്റേ ട്രക്കിന് കൈ കാണിച്ചാണെന്നൊരു സംശയമുണ്ട് കേട്ടോ. ട്രക്ക് പുറകെ വരുന്നത്, ട്രക്ക് നിർത്തിയിട്ട് അവനെ എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. അറിയത്തില്ല എന്താ സംഭവിച്ചെന്നൊരു പിടുത്തവുമില്ല. ഇന്നത്തെ നമ്മുടെ പരിപാടി കുറച്ച് നല്ല 85mm 1.8 നല്ല കുഴപ്പം കുറച്ച് ഫോട്ടോസ്, ആവലഹള്ളി അല്ലെങ്കിൽ ഓക്സിജൻ പാർക്ക് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു ലെഫ്റ്റാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ട, ഒരു കട്ട ലെഫ്റ്റ്. ഇത് കഴിഞ്ഞാൽ വഴി ഇച്ചിരി സന്ദീപ് ഉണ്ണികൃഷ്ണൻ റോഡ്, നമ്മുടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, ആർമിയിലെ നമുക്ക് രക്തസാക്ഷിയായ പുള്ളി ഉണ്ടല്ലോ, മാർട്ടിയർ, പുള്ളിയുടെ പേരുള്ള റോഡാണ്. പക്ഷേ റോഡ് ഇച്ചിരി മടുപ്പാണ് ഇനി വരുന്നത്. നമ്മുടെ സിനിമയൊക്കെ ഇറങ്ങിയില്ലേ പുള്ളിയുടെ പേരിൽ, ഒരു ഹിന്ദി സിനിമ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ആവലഹള്ളി ഫോറസ്റ്റ് അല്ലെങ്കിൽ ഓക്സിജൻ പാർക്കിനകത്ത് എത്തി. ഇപ്പം നമ്മൾ ബാക്കിലോട്ട് നോക്കിയാൽ ഇതാണ് അതിൻ്റെ എൻട്രി. ഇതിനകത്ത് ഇപ്പം നമുക്ക് കുറേ പീക്കോക്സ്, അതിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, നമുക്ക് നോക്കാം. പീക്കോക്സ് ഉണ്ട്, പിന്നെ കുറച്ച് പാമ്പും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഹെഡ് മൗണ്ട് നോക്കുന്നതിൻ്റെ കാരണം നമ്മൾ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അല്ലാതെ ജസ്റ്റ് ഒരു ട്രാവൽ സംഭവമാണ്, നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് പോകാം. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആളുകളും വളരെ കുറവാണ്. ഫ്രണ്ടിലൊരു ടീം, ഒരു ബാച്ച് 3 പേര് പോയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു വഴിയിലാണ് കൂടുതൽ ആൾക്കാരും പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് അങ്ങോട്ടൊരു ചെറിയ റോഡുണ്ട്.
അതിലൊക്കെ നല്ല കൺജസ്റ്റഡ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ച ഭയങ്കര ഇടുങ്ങിയ കുറച്ച് വഴികളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ടും. നല്ല നല്ല കുറച്ച് ഫോട്ടോസ് നമുക്ക് നാച്ചുറൽ സാധനങ്ങൾ നമുക്കിവിടെ എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ നിങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ 85mm ഇതാണ് 85mm Canon 80D ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ 6700 നിങ്ങളെങ്ങനെ പറയുന്നത് 6700 എന്നാണോ 6700 ആണോ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, അതുമായിട്ട് നമുക്ക് വരാം. ഭയങ്കര ഇതാണ് കേട്ടോ, ആൾക്കാരൊക്കെ കുറവായതുകൊണ്ടേ. ഞാൻ സാധാരണ വന്നതല്ല വീക്കെൻഡിൽ, ഇപ്രാവശ്യം ആൾ കുറവായതുകൊണ്ടൊരു ഇത് കാട്ടിനകത്തോട്ട് പോകുന്നൊരു ഫീല്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് വരത്തില്ല. നമ്മളങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടുമില്ലല്ലോ. എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വഴി ഇവിടം വരെ ഞാൻ വന്നിട്ടുള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ട്, ഫാമിലി ആയിട്ട് വന്നപ്പം ലെഫ്റ്റ് പോയി കറങ്ങി അങ്ങനെ തിരിച്ചവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് സ്ട്രെയിറ്റ് പോവാം. നല്ല നല്ല ഫോട്ടോസ്. ഇപ്പം മോർണിംഗ് ടൈം കുറച്ചും കൂടെ നേരത്തെ പറഞ്ഞായിരുന്നാണ്, ഒരു 6 മണിക്ക് ഇവിടെ എത്താൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫീല് കിട്ടിയെന്നെ നമുക്ക്. ഇപ്പോഴും കുഴപ്പമില്ല, നൈസാണ്. ഈ വഴി ഫുള്ള് സ്ട്രെയിറ്റ് ഒന്ന് പോയി നോക്കണം, എന്താണെന്ന് അറിയണമല്ലോ. ഈ ഒരു പാത്തിൻ്റെ നമുക്കൊരു 80Dയിൽ അങ്ങനെ വരുമെന്ന് നോക്കാം. അതുപോലെ ഞാൻ ഈ ലെൻസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് ചാനലിന് വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ തുടങ്ങണം. ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടില്ല, നമുക്കത് സ്റ്റാർട്ട് ചെയ്യണം, അതും മനസ്സിലുണ്ട്. അവിടെ ഒരു ചേട്ടന് സ്കൂട്ടർ ഓഫ് റോഡ് കൊണ്ടുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ തന്നെ ആളാണെന്ന് തോന്നുന്നുണ്ട് പുള്ളി. എനിക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ ഒരു 10 രൂപ എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കാണ്ട് പുള്ളി, ഞാൻ ഫോൺ പേ അങ്ങോട്ട് ചെയ്ത് കൊടുത്തപ്പോൾ പുള്ളി സെറ്റാക്കി തന്നു. ഇവർ കാട്ടിനകത്ത് എവിടെ കയറി പോകും അതുകൊണ്ടല്ലേ. ഓക്കെ കേസ്, അപ്പോൾ നമുക്ക് താഴോട്ട് നോക്കിയാൽ കണ്ടില്ല, അടിപൊളി. നടക്കുന്ന വഴിയിലാണെങ്കിലും നല്ല രസമാണ്, അടിപൊളി. അതുപോലെ കേസ് നമ്മൾ കൂടുതലും അബ്സ്ട്രാക്റ്റ് ടൈപ്പ് ഫോട്ടോസ് നമുക്ക് കൂടുതൽ ട്രൈ ചെയ്യാം. നിങ്ങൾ ആ പീക്കോക്കിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഒരു നൈസൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നമുക്കൊന്ന് നോക്കാം. 80D 85mm ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ക്ലോസപ്പിൽ മാക്രോ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇത് കണ്ടില്ലേ, നൈസ് സാധനം. നൈസൊരു പിക്ചർ കേട്ടോ കിട്ടിയത്. നമുക്ക് ആ എന്തോ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ 85mm. അതിൻ്റെ ആ ഒരു സുഖം വേറെ ഒന്നിനും നമുക്ക് കിട്ടത്തില്ല. ഇവിടെ നമുക്ക് കുറേ ചെറിയ ചെറിയ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു വീഡിയോയിൽ ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല, പറ്റുമെന്ന്. ഈ ഒരു സ്ഥലം ഇപ്പം തന്നെ ഞാൻ അണയ്ക്കാൻ തുടങ്ങി, നടക്കാത്തതിൻ്റെ കുഴപ്പമായത്. കാർഡിയോ ആണ്, മോർണിംഗ് കാർഡിയോ എക്സസൈസ് ചെയ്യുവാണ്. പക്ഷെ കൊള്ളാം കേട്ടോ, രസമാണ്. കുറേ നാളായി ഞാനിങ്ങനെ ഒരു ഒറ്റയ്ക്ക് വന്നിട്ട്. പിന്നെ ഇതൊരു വാക്കിംഗ് ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ. ഈ ശനി ഞായറും ഫുൾ ആളാണ്. ഫുള്ളെന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിയോട് അടുക്കും തോറും ആൾക്കാരുടെ എണ്ണം കൂടും പാർക്കുകൾ. പക്ഷേ ഇവിടെ സാറ്റർഡേ സൺഡേ ആണെങ്കിലും അത്രയ്ക്കും അടുപ്പില്ല. നമുക്ക് ആ ബെഞ്ചിൻ്റെ ഒരു പടം എടുക്കാം കേട്ടോ സൈഡിൽ നിന്ന്. നമ്മളിതൊരു വാമപ്പായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. നമ്മുടെ എന്താണ് ഫുൾ ബ്ലോൺ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ആയിട്ട് നമ്മൾ നോക്കണ്ട, ഒരു വാമപ്പ്. ഓക്കെ, ഈ ബെഞ്ച് നമുക്കിങ്ങനെ ഒരു ആംഗിളിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം.
കുറച്ചും കൂടെ ബാക്കിലോട്ട് പോകണമെന്ന് തോന്നുന്നു. നമ്മൾ പ്രൈം ലെൻസ് വെക്കുമ്പോഴൊരു ഇത് പ്രശ്നം അല്ല. നമുക്കൊരു ഇതെടുക്കാം അല്ലേ, പോർട്രേറ്റ് മോഡിൽ. മയിലിൻ്റെ സൗണ്ട് കേട്ടോ. അതുപോലെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. മറ്റേത് നമ്മുടെ 6700 ഒക്കെ പൊളിയാണ് സാധനം, പ്രത്യേകിച്ച് ആൾക്കാരുടെ ഫോട്ടോ എടുക്കാനായിട്ട്. ഫോക്കസിങ് ഒരു രക്ഷയില്ല, ഐ ഫോക്കസിങ് ഇപ്പോൾ ഒരു രക്ഷയില്ല. പക്ഷേ ഗൈസ്, നമുക്ക് ആ ഒരു കൈ നമ്മളിങ്ങനെ പിടിക്കുമ്പം കറക്റ്റായിട്ട് നമുക്ക് ISOയും കാര്യങ്ങളുമൊക്കെ, ഞാൻ അത് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരണമെങ്കിൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ക്യാനൺ തന്നെയാണ് ഇപ്പോഴും ഒരു ഇത്. അതുപോലെ വെയിറ്റ് ഫാക്ടർ, ഇത് വെയിറ്റ് ഉള്ളതാണ് ഇഷ്ടം എനിക്ക്. എനിക്ക് തോന്നുന്നത് ഇത്ര ഉള്ളിലോട്ട് ഇപ്പം ഞാനേ ഉള്ളു ഇന്ന് കേട്ടോ ഇതിനകത്ത്. അങ്ങ് ദൂരെ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്, ഫാർ അവേ. ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമുക്ക് ആ സോണിയിലും കൂടെ ഒരു 85 പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. 85 1.8 40K എന്തോ ആണ്. അല്ല, ഒന്ന് ട്രൈ ചെയ്യണം. ഇത് കൊടുക്കാനും എനിക്ക് മനസ്സ് വരുന്നില്ല. അങ്ങനെ ഇത് കൊടുത്തിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ 85 ചെയ്യാം എന്നൊക്കെയാണൊരു ചിന്ത. പക്ഷെ നമുക്ക് ആ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ആ ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ 80D നമുക്കത് കിട്ടുന്നുണ്ട്. മറ്റേ 85 സോണി 6700 നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണുമ്പം ഓക്കെ കൊള്ളായിരുന്നു, ഞാൻ വിചാരിച്ച പോലെ മോശമല്ല, അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. ലെൻസിൻ്റെ ആ ഒരു ഫോക്കൽ ലെങ്തിൻ്റെ ഇതും കൂടെ മാക്സിമം എൻ്റെ ഉള്ളത് ഇപ്പം 56 mm ആണ്. ഇപ്പോൾ ഏതോ ഒരാൾ വരുന്നുണ്ട്. നമുക്ക് ആൾക്കാരെ തൽക്കാലം ഒഴിവാക്കാം, അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ.